സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജീസിനെ കുറിച്ചല്ല. നമ്മൾ ഇന്നൊരു സിമ്പിൾ ട്രിക്കാണ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ടിപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാരണം നമ്മളിപ്പോൾ ഫോറക്സ് ട്രേഡേഴ്സ് നമുക്ക് എപ്പോഴും വരുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫണ്ടമെൻ്റൽ ന്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കൺഫ്യൂഷനാണ്. അതായത് ഇപ്പോൾ സപ്പോസ് AUD/USD എന്ന് പറയുന്ന പെയർ ഞാനിപ്പോൾ ട്രേഡ് ചെയ്യാൻ വന്നു. ഓക്കെ, ട്രേഡ് ചെയ്യാൻ വരുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് USDക്ക് അല്ലെങ്കിൽ AUDക്ക് ഒരു ന്യൂസ് വരുന്നത്. ഇപ്പോൾ AUDക്കാണ് ഒരു ന്യൂസ് വരുന്നതെങ്കിൽ നമുക്ക് അത് ഏഷ്യ സെഷനിലായിരിക്കും മിക്കവാറും AUD ട്രേഡ് വരുന്നത്. ഞാനിപ്പോൾ USDയുടെ കേസ് പറയാം, കാരണം നമ്മൾ മിക്കപ്പോഴും ട്രേഡ് ചെയ്യുന്നത് ലണ്ടനിലും ന്യൂയോർക്കിലും ആയതുകൊണ്ട് ഞാൻ USDയുടെ കേസ് പറയാം. USDക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ന്യൂസ് വന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും ഡൗട്ട് വരും അല്ലേ, കാരണം USD അപ്സൈഡ് ആണല്ലോ, അപ്പോൾ നമ്മുടെ AUD ചാർട്ട് അപ്സൈഡ് പോകാനല്ലേ ചാൻസ് എന്നൊരു ഡൗട്ട് നമുക്ക് മിക്കപ്പോഴും വരും. അപ്പോൾ ആ ഒരു ഡൗട്ട് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു ലോജിക്കലായിട്ട് ഞാൻ ആ ഒരു ഡൗട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. അതിപ്പോൾ ഏത് പെയർ ആയിക്കോട്ടെ, ഇപ്പം AUD/USD ആയാലും GBP/USD ആയാലും EUR/USD ആയാലും, അതല്ല USD അല്ലാത്ത ഇപ്പോൾ CAD/JPY അതുപോലത്തെ മൈനർ പെയേഴ്സ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സിമ്പിൾ ലോജിക്ക് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ബേസിക്സ് പറയാം. കാരണം നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഞാൻ സപ്പോസ് ഞാനിപ്പോൾ ടാറ്റയുടെ ഒരു സ്റ്റോക്ക് മേടിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടാറ്റയുടെ ഫണ്ടമെൻ്റൽസ് പ്ലസ് നമ്മുടെ ഈ ടെക്നിക്കൽസ് മാത്രം മതിയല്ലേ, എനിക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോൾ AUD/USD എന്ന് പറയുന്ന ഈ ഒരു പെയർ, ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. AUD എന്ന് പറയുന്ന ഒരു എക്കണോമി, അതായത് ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്ന ഒരു എക്കണോമിയും ഈ പറയുന്ന USD എന്ന് പറയുന്ന എക്കണോമി, അതായത് രണ്ട് എക്കണോമീസിനാണ് നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. രണ്ടിനും ഇൻഡിവിജ്വൽ വാല്യൂസ് ഉള്ള, രണ്ട് ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ഉള്ള എക്കണോമീസിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റേതായിട്ടുള്ള വാല്യൂസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഈ പറയുന്ന രണ്ട് പേർക്കും കൊടുക്കണം. അതായത് ഇപ്പോൾ AUDക്ക് ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ AUD മാത്രമല്ല മൂവ് ചെയ്യുന്നത്, USDക്ക് ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ USD മാത്രമല്ല AUDക്കും അതിനെന്തുണ്ട്, ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും, അത് എങ്ങോട്ടാണ് പോകേണ്ടത്, അതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഏത് സൈഡിലായിരിക്കും എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. സോ അത് ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ടേംസ് ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ടെക്നിക്കലി പറയുവാണെങ്കിൽ ഈ പറയുന്ന AUD/USD, ഈ AUD/USDക്ക് ഓരോ പേരുണ്ട്. അതായത് AUDയെ വിളിക്കുന്നതാണ് ബേസ് കറൻസീസ്. ഓക്കെ, ബേസ് കറൻസി എന്ന് പറയുന്നത് നമ്മൾ ഏത് കറൻസിയാണോ ആദ്യം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യം നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, അതാണ് ബേസ് കറൻസീസ്. USDനെ വിളിക്കുന്നതാണ് എന്താ, കോഡ് കറൻസീസ്. ഓക്കെ, അതിപ്പോൾ പെയർ അല്ലെങ്കിൽ കറൻസീസ് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ EUR/USD ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂറോ ആണ് അവിടുത്തെ ബേസ് കറൻസി, USD ആണ് അവിടുത്തെ കോഡ് കറൻസി. സോ ഓക്കെ, അതങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ നമ്മൾ അതൊന്നും അല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് AUD/USD എന്ന് പറയുന്ന ഒരു പെയർ, അതിനെ നമുക്ക് എന്താക്കാം, രണ്ട് ഹ്യൂമൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ പറയുന്ന ചാർട്ട് ഉണ്ടല്ലോ, ഈ ചാർട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പിന്നെ നിങ്ങൾക്ക് ഈ ഡൗട്ടേ വരത്തില്ല. ഓക്കെ, അതായത് AUD എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, USD എന്ന് പറയുന്നൊരു മനുഷ്യൻ. ഓക്കെ, ഇവർ തമ്മിൽ എന്താണ്, ശത്രുക്കളാണ്, അതായത് എനിമീസാണ്. അപ്പം ഇപ്പോൾ ഒരു ന്യൂസ് വന്നു, അതായത് AUDക്ക് അതായത് USDക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് വന്നത്. സോ സ്വാഭാവികമായിട്ട് എന്താണ്, AUDയുടെ ശത്രുവാണ് USD എന്ന് പറയുന്നത്. സോ AUDക്ക് എന്താ വരുന്നത്, AUDക്ക് വിഷമമല്ലേ വരുന്നത്, കാരണം AUDയുടെ ശത്രുവാണ് USD. അവർക്ക് നല്ലൊരു ന്യൂസ് വന്നാൽ അതിനർത്ഥം എന്താണ്, AUDക്ക് വിഷമമാണ് വന്നത്. അപ്പോൾ ഇത് എന്ത് ചാർട്ടാണ്, ഇത് ഇമോഷൻ ചാർട്ടാണ് അല്ലേ. അപ്പോൾ എക്സാമ്പിളാണ് പറയുന്നത്, ഇമോഷൻ ചാർട്ടാണ്. അപ്പോൾ AUD ഇമോഷൻ എന്താ സംഭവിക്കുന്നത്, ഡൗൺ ആണ് അല്ലേ. അതായത് USDക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം AUD/USD എന്ന് പറയുന്ന പെയർ ഡൗൺ സൈഡായിരിക്കും. നേരെ തിരിച്ചാലോചിച്ച് നോക്കിയാലോ, USDക്ക് എന്താണ്, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് വന്നത്. സോ സ്വാഭാവികമായിട്ട് AUDയുടെ ശത്രുവാണ് USD. സോ അവരുടെ ഇമോഷൻ എന്തായിരിക്കും, അതായത് AUDയുടെ ഇമോഷൻ എന്തായിരിക്കും, അപ്സൈഡ് ആയിരിക്കും. മനസ്സിലായോ? സോ എന്തുകൊണ്ടാണ് AUDനെ റെപ്രസെൻ്റ് ചെയ്ത് ഈ പറയുന്ന ചാർട്ട് പോകുന്നത്, അതായത് AUDയുടെ ഇമോഷനെയാണ് നമ്മളിവിടെ പറയുന്നതല്ലേ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സിനെ എന്ത് വിളിക്കുന്നത്, ബേസ് പേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് AUDയുടെ ചാർട്ടാണ്, AUD/USD ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവിടെ വാല്യൂ ഉള്ളത് ആർക്കാണ്, AUDക്കാണ്. സോ അവരുടെ ഇമോഷനാണ് അവിടെ പ്രാധാന്യം. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പെയർ ഓക്കെ CAD/JPY ആണ്.
ക്യാഡാണ് ആര് ഇവിടുത്തെ ബേസ് പെയർ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ആളാണ് ബേസ് പെയർ ക്യാഡ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും, ഒരു ചാർട്ട് വരച്ചു. ഇമോഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരുടെ ഇമോഷൻ ആയിരിക്കും നമ്മൾ നോക്കുന്ന? ക്യാഡിൻ്റെ ഇമോഷനാണല്ലേ, കാരണം ക്യാഡാണ് ഇവിടുത്തെ ബേസ് പെയർ. അപ്പോൾ നമ്മൾ പറയുവാണ് ഓക്കെ JPYക്ക് ഒരു നല്ലൊരു ന്യൂസ് വന്നു, ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് വന്നു. ആർക്ക് വിഷമം വരും? ക്യാഡിന് വിഷമം വരത്തില്ലേ? സോ എന്ത് പറ്റും? ചാർട്ട് താഴോട്ട് പോകും. അതല്ല ഇപ്പോൾ ക്യാഡിന് സന്തോഷം വരണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? JPYക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസ് വരണം. സോ എന്ത് സംഭവിക്കും? ഇമോഷൻസ് അപ്പ് സൈഡിലോട്ട് പോകും. ഓക്കെ, ഇത് ക്യാഡിനാണ് ഇപ്പോൾ ഒരു ന്യൂസ് വരുന്നത്. ഓക്കെ, JPYക്കാണ് ന്യൂസിൽ, JPY എന്ന പേരിൽ ക്യാഡിനാണ് പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അപ്പ് സൈഡാണ്. കാരണം എൻ്റെ ഇമോഷനാണ് ഇവിടെ വാല്യൂ കൂടുതൽ അല്ലേ. അപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറ്റും? എൻ്റെ ഇമോഷൻ അപ്പ് സൈഡ് ആവും. എനിക്ക് നെഗറ്റീവ് ന്യൂസ് കഴിഞ്ഞാൽ ഡൗൺ സൈഡ് ആവും. അപ്പോൾ അതിൽ ആർക്കും പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല. എപ്പോഴും ഡൗട്ട് വരുന്നത് നമ്മൾ ഈ ഒരു പറയുന്ന ഇൻവേഴ്സ് പെയറിന്, ഇങ്ങനത്തെ ഒരു പേഴ്സ്, അതായത് സെക്കൻഡ് നിൽക്കുന്ന കോഡ് പേഴ്സിന് ന്യൂസ് വരുമ്പോഴാണ് എല്ലാ ആൾക്കാർക്കും ഡൗട്ട് വരുന്നത്. സോ ഈ ഒരു ജസ്റ്റ് ഈ ഒരു ലോജിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. കാരണം ടെക്നിക്കൽസ് പറയാൻ പോകുന്നുവെങ്കിൽ ഇപ്പം ബേസ് പെയർ നമ്മൾ അപ്പ് സൈഡ് ഇടണം, അതായത് ബേസ് അപ്പ് സൈഡ് ഇടണം. എന്നിട്ട് നമ്മുടെ ഈ പറയുന്ന സെക്കൻഡ് കോഡ് പെയർ ഇടണം. എന്നിട്ട് രണ്ടുപേരുടെയും വാല്യൂസ് നമ്മൾ ഇതുപോലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അതിൻ്റേതായിട്ടുള്ള വാല്യൂ കിട്ടും. ആ ഒരു വാല്യൂ വെച്ചിട്ടൊക്കെയാണ് ടെക്നിക്കലി പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ എക്സാം എഴുതാൻ പോകുന്നൊന്നുമല്ല. നമുക്ക് ജസ്റ്റ് വേണ്ടത് എന്താണ്? നമുക്ക് ട്രേഡ് എടുക്കണം അല്ലേ. നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ജസ്റ്റ് ഒരു ലോജിക്കായിട്ട് ഒരു ന്യൂസ് വന്നു, മാർക്കറ്റ് എങ്ങോട്ടായിരിക്കാം പ്രോബബിലിറ്റി, അത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ പറയുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? അതെ, സോ അതാണ് ബേസിക്സ്. സോ ഇത് ഞാൻ ജസ്റ്റ് ഈ പറയുന്ന മെൻറ്റർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ടെക്നിക്കൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. ഈ ഒരു ജസ്റ്റ് ഒരു ലോജിക്ക്, ഓക്കെ, അതായത് ശത്രുവിൻ്റെ ഒരു ലോജിക്ക് പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലോജിക്ക് എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ടെക്നിക്കൽ പരമായിട്ട് തന്നെ അതിനെ യൂസ് ചെയ്താൽ മതി. സോ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ജസ്റ്റ് ഈ പറയുന്ന ലോജിക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ഈ പറയുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ ലോജിക്കല്ല, അതായത് AUDയും അല്ലെങ്കിൽ ഈ പറയുന്ന ബേസ് പെയറും കോഡ് പെയറും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് ഫുൾ തെറ്റിപ്പോവും. സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ജസ്റ്റ് ഈ പറയുന്ന ഒരു കാര്യം, അതായത് ഇപ്പോൾ ഇൻവേഴ്സ്ലി, അതായത് ഒരാൾക്ക് പോസിറ്റീവ് ന്യൂസ് വന്നാൽ മറ്റൊരാൾ ഡൗൺ സൈഡ് പോകും എന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ പോകത്തില്ല. അതിന് നമ്മൾ ആദ്യം ആ ന്യൂസ് എന്താണെന്ന് അറിയണം. സോ അതിനെക്കുറിച്ചൊരു വീഡിയോസ് നമുക്ക് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് ഈ ന്യൂസ് എടുക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് പറഞ്ഞു പോയ ഒരു വീഡിയോ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സോ ബൈ.